ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് കട്ര റെയിൽവേ സ്റ്റേഷൻ. അതായത് ഇത് ഒരു സ്പെഷ്യൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. ഇത് ഹിമസാഗർ എക്സ്പ്രസ് ആണ് കന്യാകുമാരി വരുന്നത്. ഇപ്പോൾ സമയം 11:45 അയക്കുന്നത്. അപ്പോൾ ഞാനിതിൽ കയറുകയാണ് ഇതിൻ്റെ അകത്തേക്ക്. സെക്കൻഡ് AC ആണ് നമ്മളുടെ ടിക്കറ്റ്, തേർഡ് AC അല്ല. അപ്പോൾ അതിലൊരു ഗ്രൂപ്പിൽ 6 പേരുണ്ടാവും, 4 പേര് ഇപ്പുറം 2 പേര് ഇപ്പുറമായിട്ടുള്ള. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ യാത്ര. ഇപ്പം നമ്മൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പോൾ സമയം 8:50. ഇവിടെ ഒരു അരമണിക്കൂർ നിർത്തിയിടും, വെള്ളം നിറക്കലും ഒക്കെ ആയിട്ട് കുറച്ചു നേരം നിർത്തിയിട്ട് ശേഷമാണ് ഇവിടുന്ന് പോവുക. ഏകദേശം ഇപ്പോൾ ഒരു 2 ദിവസത്തിന് ഒരു 2 മണിക്കൂർ കുറവായിട്ട് എത്തിയിട്ടുണ്ട്. ട്രെയിൻ ലേറ്റ് ഒന്നുമല്ല, ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം രാവിലെ ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടായ സ്ഥലം ഉണ്ടല്ലോ മുമ്പ്, കത്വ. ആ കത്വ സ്റ്റേഷനിലൂടെയാണ് ഇപ്പം നമ്മൾ ട്രെയിന് പോകുന്നത്. ഇവിടെ നിർത്തമൊന്നുമില്ല, ഇതാണ് സ്റ്റേഷൻ കത്വ. ഇനി അങ്ങനെ പോയിട്ട് ജമ്മുവിലേക്ക് എത്തണം. പിന്നെ ജമ്മുവിൽ നിന്ന് ഉധംപൂർ എത്തണം. ഉധംപൂരിൽ നിന്ന് പിന്നെ കട്ര എത്തണം. ഇതൊക്കെ പഴയ കാല സ്റ്റേഷൻ തന്നെയാണ്. ഇതിന് യാതൊരു മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു സ്റ്റേഷൻ. പൊതുവെ ഈ ഡൽഹി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കോലത്തിലാണ് ഉള്ളത്, പഴയ കാലത്തുള്ള ആ ഒരു മോഡലാണ് ഉള്ളത്. ഇത് ഹിറാനഗർ സ്റ്റേഷൻ. ഇവിടെ നിർത്തൂല. ഇനി അടുത്തത് ജമ്മു താവിയാണുള്ളത്. ഇപ്പൊ നമ്മൾ ജമ്മുവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 10 മിനിറ്റ് ഇവിടെ നിർത്തിയിടും. ഇതാണ് ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇതേപോലെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുമ്പത്തേനെക്കാട്ടൊക്കെ നല്ല ഒന്നുകൂടി പുതുക്കി പണിതിട്ടുണ്ട് അവിടെ. അപ്പം നമ്മൾ ട്രെയിന് പിന്നെയും പുറപ്പെട്ടിട്ട് അങ്ങനെ നല്ല പ്രകൃതി ഭംഗി കാണാം. ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. സാധാരണ ഇവിടെ ഇങ്ങനെ ക്രോസിംഗ് ഉണ്ടാകാറുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന കട്ടയിൽ നിന്ന് വരുന്ന ട്രെയിൻ ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് ഉയരത്തിലാണ് ഈ ഭാഗം. ഇത് കംപ്ലീറ്റ് താഴ്ന്നു നിൽക്കുന്ന ഭാഗമാണ്. അങ്ങ് ദൂരെ മേഘമൊക്കെ കാണുന്നുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്. ഇനി മറ്റേ ട്രെയിനെ പോയി കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പം നമുക്ക് പോകാൻ പറ്റുക. ഇവിടെ ട്രെയിനിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കുന്നത്. കാരണം കുറേ 3 ദിവസം തുടങ്ങിയ യാത്രയല്ലേ. ഇതാണ് നമ്മളുടെ കോച്ച്, സെക്കൻഡ് AC. സെക്കൻഡ് AC നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ, കുറച്ച് ചാർജ് കൂടുന്നുള്ളൂ. ഇത് 2 ഭാഗം ഒരുപോലെയാണ്. ഇതിന്റെ അപ്പുറം അപ്പുറം ഈ താഴ്ഭാഗം, ഇവിടെയും ഒരു ഭാഗം മറ്റു ഭാഗം ഒരുപോലെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. നല്ല പച്ചപ്പുള്ള ഭാഗങ്ങളൊക്കെയാണ്. ഇനി മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ആകെ കലങ്ങിയിരിക്കുന്നു. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒക്കെ ഒരുപാട് താഴ്ചയിലാണ് ഈ പുഴ, ചെറിയൊരു പുഴ ഒഴുകുന്നത്. ഇവിടെ ധലം നദി ഒഴുകുന്ന ഭാഗമാണ്. ഇവിടെ കംപ്ലീറ്റ് ചളിപൊളിയായി കിടക്കുന്നുണ്ട്. കനത്ത മഴ പെയ്തിട്ടുണ്ട്. അപ്രതീക്ഷിത മഴയാണ്. സാധാരണ ഉണ്ടാവാറില്ല ഈ സമയത്തൊന്നും മഴകൾ. അവിടെ എല്ലാവരും വിൻഡോൻ്റെ ഒക്കെ അവിടെ നിന്നിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് പലരും. ഇതുണ്ടല്ലേ, ഒരുപാട് താഴ്ചയിലാണ് ഈ ഭാഗം നിൽക്കുന്നത്. ഇനി അടുത്ത സ്റ്റോപ്പ് ഉധംപൂരാണ്. ഇത് ഉധംപൂരല്ല, ഇത് അതിൻ്റെ മുമ്പുള്ളൊരു ചെറിയ സ്റ്റേഷനാണ്. കുരങ്ങന്മാരൊക്കെ കംപ്ലീറ്റ് ഇറങ്ങിയിരിക്കുന്നത് ഇഷ്ടം പോലെ. ഇവിടെയും ചെറുതായിട്ടൊന്ന് നിർത്തിയിട്ടുണ്ട് ട്രെയിന്. ഇവിടെ റോഡരികിൽ ഒരു സാധനമുണ്ട്. ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കഞ്ചാവ് ചെടി. ഒരു അധികം മൂത്തിട്ടില്ല. അപ്പം അതുമ്മേൽ പൂക്കളും ഉണ്ടായിരിക്കുന്നത്. കുരങ്ങന്മാർ കണ്ടമാനുണ്ട് ഇവിടെ ഈ സൈഡിൽ ഉണ്ടല്ലേ. ഈ യാത്രക്കാർ വല്ല കടലയും പഴവും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇവർക്ക്. കണ്ടമാനെന്ന് പറഞ്ഞാൽ കണ്ടമാനുണ്ട്, ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ.
ഇതാണ് കഞ്ചാവ് ചെടി. ഇവിടെ ഈ ജമ്മു പരിസരത്ത് ഇവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പ് കാലാവസ്ഥ അല്ലേ. ഞാൻ മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. കഞ്ചാവിന്റെ ഇഷ്ടംപോലെ കഞ്ചാവുണ്ട് ഇവിടെ. ഇതൊന്നും പറിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. ഇതുവര് അങ്ങനെ ഉപയോഗിക്കുന്നൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഇത് അധികം സ്ട്രോങ് ഇല്ലാത്തൊരു കഞ്ചാവാണ്, ലൈറ്റ് കഞ്ചാവ്. അപ്പൊ നമ്മളെ കുരങ്ങന്മാരെയും വിട്ടിട്ട് ഞങ്ങളുടെ ട്രെയിൻ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കാണാൻ കുരങ്ങന്മാരെ. മുകളിൽ ഹെലികോപ്റ്റർ പോകുന്നുണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ മിലിറ്ററിന്റെ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിന് യാതൊരു ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ ഉണ്ട് ഹെലികോപ്റ്റർ. ഇപ്പൊ നമ്മളുടെ ട്രെയിന് ഉധംപൂർ സ്റ്റേഷനിൽ എത്താനിരിക്കുന്നു. ഉധംപൂരിന്റെ പേര് ഇപ്പൊ ഒരു ക്യാപ്റ്റൻ തുഷാർ മഹാരാജൻ എന്നാണ്. മഹാജൻ അതാണ് പേര്. മുമ്പ് അതിന്റെ പേര് ഉധംപൂർ എന്നായിരുന്നു. ഇത് ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് ഇവിടെ. മഴ ചാറിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പുറപ്പെടും. ഇതാണ് നമ്മുടെ ട്രെയിന്. അപ്പൊ ഇവിടുന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞാൽ കട്ര എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തും. കട്രയാണ് നമ്മളുടെ സ്റ്റേഷൻ. ഏകദേശം നമ്മളുടെ പാലക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3350 കിലോമീറ്ററോളം ഉണ്ട്. 12 സംസ്ഥാനത്ത് കൂടി യാത്ര ചെയ്തിട്ടാണ് കട്ടയിലേക്ക് എത്തുക. ഇപ്പം നമ്മളുടെ ഉധംപൂർ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ട്രെയിന് ഒരു ചെറിയൊരു ടണലിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ടണൽ കഴിഞ്ഞ് പിന്നെയും ടണൽ. ഇഷ്ടംപോലെ ടണലുകൾ ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് ടണലുകളുള്ള നാടാണ് ഏത് കട്ടയിൽ നിന്ന് അങ്ങോട്ടേക്കുള്ളത്. ഏകദേശം നമ്മുടെ ഒരു സ്റ്റേഷന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഒരുപാട് താഴ്ചയിലാണ് ഇത് നിൽക്കുന്നത്. കണ്ടല്ലേ, 2 ഭാഗവും ചെരുവില് സെൻട്രലിലൂടെ അങ്ങനെ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. അങ്ങനെ നീണ്ട 3 രാത്രി കഴിഞ്ഞ് ഒരു അരപ്പകലും കഴിഞ്ഞിട്ട് നമ്മളുടെ ട്രെയിൻ ഹെലികോപ്റ്റർ അതാ പോകുന്നുണ്ടല്ലേ. നമ്മളുടെ ട്രെയിന് ഇവിടെ കട്ര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ. നമ്മുടെ അവിടുന്ന് പുറപ്പെട്ടില്ലെങ്കിൽ കന്യാകുമാരി ടു കട്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ്. അതാണ് ഈ ഒരു സ്റ്റേഷൻ. വൈഷ്ണവദേവി കട്ര എന്നാണ് ഇവിടേക്ക് പറയുക. ശ്രീ മാതാ വൈഷ്ണവദേവി. ഇവിടെ വലിയൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനെയാണ് ഈ ഒരു ഇതിന് ഈ പേര് വന്നിട്ടുള്ളത്. ഉണ്ടല്ലേ, ശ്രീ മാതാ വൈഷ്ണവ ദേവി കട്ര. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ്.
മഴ പെയ്തിട്ട് പിന്നെ ആകെ വെള്ളവും കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഈ ഒരു ഭാഗത്ത്. അപ്പൊ നമ്മളുടെ ട്രെയിൻ അങ്ങനെ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഈ ട്രെയിന് തിങ്കളാഴ്ചയാണ്, ഇന്ന് തിങ്കളാഴ്ച രാത്രി ഈ ട്രെയിൻ മടങ്ങും തിരിച്ച് കന്യാകുമാരിയിലേക്ക്. അങ്ങനെ ഈ ഒരൊറ്റ ട്രെയിൻ സർവീസാണ് ഇതിലൂടെ ഓടുന്നത്. നാട്ടിൽ നിന്ന് വെള്ളിയാഴ്ച വന്ന് തിങ്കളാഴ്ച ഇവിടെ എത്തും. മഴ വരുന്നുണ്ടല്ലേ. പിന്നെ ഇവിടുന്ന് തിങ്കളാഴ്ച പുറപ്പെട്ടിട്ട് നാട്ടിൽ വ്യാഴാഴ്ച എത്തും. പിന്നെ ആ വ്യാഴാഴ്ച കഴിഞ്ഞ് പിന്നെ വെട്ടിയ വെള്ളിയാഴ്ച ഇത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടും. അങ്ങനെയാണ് ഈ ഹിമസാഗർ എക്സ്പ്രസിന്റെ 16-317 16-318 അതാണ് ഇതിന്റെ ട്രെയിൻ നമ്പർ. അപ്പൊ ഇനി നിർത്തിയിട്ട് ഇറങ്ങണം. ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ടല്ലോ, ഇതിന്റെ പ്ലാറ്റ്ഫോം നല്ല ഉയരത്തിലാണ്, ഒന്നാമത്തെ പ്ലാറ്റ്ഫോം. അപ്പൊ അവിടേക്ക് പോവാൻ ഇങ്ങനത്തെ വണ്ടികളുണ്ട്, ആ വണ്ടിയിൽ വേണം പോവാൻ. ഈ ലഗേജൊക്കെ ആയിട്ട് ഇതിന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഈ വാഹനം. ഇതിന് 50 രൂപയാണ് ചാർജ്. ഒരാൾക്ക് 50 രൂപയാണ് ഇതിന് ഈടാക്കുന്നത്. ഇത് ഇലക്ട്രിക് വാഹനമാണ്. ഏകദേശം 6 ആൾക്ക് ഇതിൽ പോകാം. ഒരൊറ്റ ട്രിപ്പിന് ഇവർ 300 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ആളുകളൊക്കെ കയറിയിട്ടുണ്ട്. അതായത് 6 പേർക്ക് ഇതിൽ ഇരിക്കാം. ഇതിലെ അങ്ങനെ പോകും. റാമ്പുണ്ട്, റാമ്പിലൂടെ അങ്ങനെ കുറേ നടന്നു പോകണം. കണ്ടാൽ നമുക്ക് അടുത്തെത്തുന്നു, പക്ഷെ ഒരുപാട് ലഗേജൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ 50 രൂപ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങ് ദൂരെ കണ്ടില്ല, ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത്. അവിടേക്കാണ് എത്തേണ്ടത്. അപ്പൊ അതിന് ഏറ്റവും ഈ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പൊതുവെ ഇത് വരാറുള്ളത്. അവിടേക്ക് പോകാൻ ലഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വാഹനം വിളിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഈ വണ്ടി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ എത്തും ചെയ്യും. അതിന് പുറമേ ആണെങ്കിൽ പുറമേക്കും പോകും. പുറമേല് വന്നിട്ട് അവിടെ നിർത്തിയിടും. അവിടുന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു നിർത്തും. നമ്മളിപ്പോ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നിന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ വിസിറ്റിംഗ് ഭാഗത്താണ് ഇപ്പൊ നമ്മളുള്ളത്. കണ്ടമാനം ആളുകൾ ഇങ്ങനെ പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഡൽഹിയിലേക്ക് ട്രെയിൻ ഉണ്ട്, ഇനി ശ്രീനഗറിലേക്ക് ട്രെയിൻ ഉണ്ട്. ഇപ്പൊ പുറത്ത് ചെറുതായിട്ട് മഴ പെയ്തിട്ട് ആകെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടല്ലോ, ഇന്ത്യന്റെ ഒരു കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാലാവസ്ഥ മാറിയിട്ട് ആകെ ഇവിടെ പിന്നെ വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷന്റെ പേര്, കട്ര. ശ്രീ മാതാ വൈഷ്ണവദേവി കട്ര. ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. ഈ കട്ര എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗണും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളുടെ ലാസ്റ്റ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇങ്ങനെ റൈറ്റിലേക്ക് റാമ്പുണ്ട്, ആ റാമ്പുണ്ട്. പിന്നെ ഇത് ലെഫ്റ്റിലേക്ക് റാമ്പുണ്ട്. അങ്ങനെ 2 റാമ്പാണ് ഇവിടെ ഉള്ളത്, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് ടൗണിലേക്ക് എത്തും. പിന്നെ അവിടുന്ന് ടൗണിലേക്ക് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ. ഇതിവിടെ ഒരു പിന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിനിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സൈഡിൽ. ആ റാമ്പിനോട് ചാരിയിട്ട് തന്നെയാണ്. പക്ഷെ അത് വർക്കിംഗ് അല്ലാതെ കാണാൻ ചൊറുക്കിന് ഉണ്ടാക്കി വെച്ചു തന്നെ ഉള്ളൂ. ഇതാണ് സ്റ്റെപ്പും കാര്യങ്ങളും. അങ്ങ് ദൂരെ കാണുന്ന ഇതാണ് വൈഷ്ണവദേവി ക്ഷേത്രം നിൽക്കുന്ന ഭാഗമാണത്. ഈ മലന്റെ ബാക്ക് സൈഡിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഏകദേശം ഒരു 15 കിലോമീറ്ററോളം നടന്നാലാണ് അതിന്റെ മുകളിലേക്ക് എത്തുക. അവിടേക്ക് പോകാൻ 2-3 ഓപ്ഷനുകൾ ഉണ്ട് അവിടെ. ഒന്ന് ഹെലികോപ്റ്റർ ഉണ്ട്, ഏകദേശം ഒരു 5000 രൂപ വരും പോയി വരാൻ, 6 മിനിറ്റ്. ഇതിന്റെ സീലിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ലഗേജ് കാര്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻ ചെയ്തിട്ടുള്ള അങ്ങോട്ടേക്ക് പോകാൻ പറ്റുക. നടന്നു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലഗേജും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിനുള്ളിൽ കൂടി പോകാം. ലഗേജ് ഉണ്ടെങ്കിൽ സ്ക്രീൻ ചെയ്തിട്ടുള്ളൂ അതിലേക്കായിട്ട് കടക്കാൻ പറ്റുക. അപ്പൊ ഇതിലേക്കായിട്ട് കടന്നു. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് കംപ്ലീറ്റ്. ഇതിന് താഴെയുണ്ട്, മുകളിലുണ്ട്. എക്സിക്യൂട്ടീവ് ക്ലാസിന്റെ
റെസ്റ്റ് റൂമൊക്കെ മുകളിലാണുള്ളത്. കംപ്ലീറ്റ് ഫാനൊക്കെ തിരിയുന്നുണ്ട്. ഇതൊരു റെസ്റ്റ് റൂമാണ്. ഇതിലെങ്ങനെ വന്ന് ഇതിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഉണ്ട്. IRCTCൻ്റെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കിട്ടും. ബസുമതി റൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് അവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. ഞാൻ നേരത്തെ പുറത്തുനിന്നെടുത്ത ആ ഒരു ഭാഗം ഇവിടെ നോക്കി കാണാം. ഇവിടെ റെയിൽ കോച്ച് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് ചാലും അല്ല അത്. ആ ഭാഗം മഴ പെയ്തിട്ട് ആകെ ഒരു മൂടലയക്കുന്നു. ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ്. ഇത് ക്ലോക്ക് റൂമാണ്. ക്ലോക്ക് റൂമിന് 100 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലഗേജ് നമ്മളവിടെ സൂക്ഷിക്കും. ഇത് ഡൽഹി പാസഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ ശ്രീനഗറിലേക്കുള്ള പാസഞ്ചേഴ്സ് ഉണ്ട്. എല്ലാവരും ഇരിക്കുന്ന സ്ഥലമാണ്, നിലത്താണ് എല്ലാവരും ഇരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ഒരു ഷോറൂം, ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിടക്കാനും ഉറങ്ങാനൊക്കെ താമസിക്കാനുള്ള റൂമും കാര്യങ്ങളും ബാച്ചിലേഴ്സിനുള്ളുണ്ട്, ഫാമിലിക്കുള്ളുണ്ട്. ഇവിടെ ഒരു ഫുഡ് സ്റ്റേഷൻ ഉണ്ട്. ഇതാണ് വെയിറ്റിംഗ് ഹാള്. AC കോച്ചിന് ഹയർ ക്ലാസ് ഉള്ളവർക്കുള്ള ഇതുള്ളതാണ്. താഴെ ബാത്റൂമിന് പൈസ കൊടുക്കണം, ഇവിടെ ബാത്റൂമിൽ ക്യാഷ് കൊടുക്കണ്ട. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണ്. ഇത് IRCTCൻ്റെ റെസ്റ്റോറൻറ്റ്. ഇവിടെ താമസിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഉണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം. ഇവിടെ നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വാങ്ങി നമ്മൾ തന്നെ കഴിക്കണം, അല്ലാണ്ട് സപ്ലയറും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ഇതിൻ്റെ ഏറ്റവും റൂഫിലാണ്. റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ടോപ്പ് ഭാഗമാണ് ഈ കാണുന്നത്. മഴ പെയ്തിട്ട് ആകെ ചളിവിലയക്കുന്ന ഈ ഭാഗം കംപ്ലീറ്റ്. ഞാൻ പെർമിഷൻ വാങ്ങിയിട്ട് അങ്ങോട്ട് മുകളിലേക്ക് കയറിയാണ്. അവിടെയാണ് നമ്മളുടെ വൈഷ്ണവി ദേവി ക്ഷേത്രം നിൽക്കുന്ന ഭാഗം. അപ്പം തിരിച്ച് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ താമസിക്കാർ, ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ഒരു ദിവസം താമസിക്കണമെങ്കിൽ താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നേരത്തെ കാണിച്ച ഷോപ്പിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെ വന്നിട്ട് വല്ല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. വലിയ ഷോപ്പാണ്, ഒരുപാട് നീളമുള്ള. ഇതിന് മുകളിൽ മാത്രമാണുള്ളത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒന്നല്ല, ഇത് പ്രൈവറ്റിൻ്റെ ആണ്. ഡ്രസ്സുകളുണ്ട്, പിന്നെ ഇവിടുത്തെ തൊപ്പികൾ, കൂടുതലും റെഡിമെയ്ഡ്സ് ആണുള്ളത്. പിന്നെ അങ്ങനത്തെ വിഗ്രഹങ്ങൾ, കാര്യങ്ങൾ, നമുക്ക് ഓർമ്മയ്ക്ക് വേണ്ടി വെക്കാൻ പറ്റിയിട്ടുള്ള പല സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ഗോൾഡൻ കളറൊക്കെ പൂശിയിട്ടുള്ള അടിപൊളി സംഭവം ഉള്ളത്. കച്ചവടമൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. ഇവിടെ ആരെയും കാണാനില്ല, കുറവാണ് ആളുകൾ. ജസ്റ്റ് വന്ന് കാണുന്നവർ മാത്രമേ ഉള്ളൂ എന്നെ പോലുള്ള. ഇത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, ഒരുപാട് നീളത്തിലാണ് ഇത് നിൽക്കുന്നുണ്ടല്ലേ. ഇതൊരു ലോങ് വ്യൂ ആണ്. ഈ 2 ഭാഗത്തുകൂടി എൻട്രൻസ് ഉണ്ട്. ഇതിലൊരു എൻട്രൻസ് ഉണ്ട്, അപ്പുറത്തുകൂടി എൻട്രൻസ് ഉണ്ട്. അപ്പം ഞാനിനി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പം എനിക്കിനി ഇവിടുന്ന് വേറെ ട്രെയിനിന് പോകണം, ശ്രീനഗറിലേക്ക് പോകണം. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.